ഹേ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ പ്രിവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മൾട്ടി കളർഡ് ടെക്സ്റ്റ് അങ്ങനെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അലൈറ്റ് മോഷൻ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനിലാണ്. സോ അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ്, അപ്പൊ ഞാനിവിടെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഏതൊരു റേഷ്യോയിലാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു റേഷ്യോയിൽ ഒരു പ്രൊജക്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ടെക്സ്റ്റിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ടെക്സ്റ്റ് ആണോ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് വന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ യുവർ ടെക്സ്റ്റ് ഹിയർ ജസ്റ്റ് ഒരു സാമ്പിളിന് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് ഇതാണ് ടൈപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോണ്ട് സെറ്റ് ചെയ്യുക. ദെൻ ആ ഒരു ഫോണ്ടിന്റെ കളർ വന്ന് ഞാനിപ്പോൾ വൈറ്റ് ആണ് കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. സോ ഇത്രയും ചെയ്ത ശേഷം നമ്മൾ ഇതിന്റെ സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര സൈസ് ആണോ വേണ്ടത് സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് വൺ ലൈനിലേക്കും സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്സിൽ വരാം, ആഡ് എഫക്സിൽ വരാം. ഇവിടെ താഴെയായിട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ ടെക്സ്റ്റ് സ്പേസിങ് കൊടുക്കുക. ഇതിൽ ലെറ്റർ സ്പേസിങ് എടുത്തിട്ട് നിങ്ങൾക്ക് എത്രയാണോ സ്പേസിങ് വേണ്ടത് ആ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യുക, സ്പേസിങ് കൊടുക്കുക. നിങ്ങൾക്ക് സ്പേസിങ് വേണ്ടാന്നുണ്ടെങ്കിൽ കൊടുക്കണ്ട. ഞാൻ ഇപ്പോൾ ഒരു 9% ഒരു സ്പേസിങ് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആ ഒരു ലെയർ ഒന്നുകൂടെ സെലക്ട് ചെയ്യുക. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, ആ ഒരു ലെയർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. സോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ശേഷം നമ്മൾ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ലെയർ സെലക്ട് ചെയ്യുക. എഡിറ്റ് ടെക്സ്റ്റിൽ വന്ന ശേഷം നമ്മൾ ആ ഒരു ലാസ്റ്റ് ഉള്ള ടെക്സ്റ്റ് ഒഴിച്ച് ബാക്കിയൊക്കെ ക്ലിയർ ചെയ്യുക. അതായത് നിങ്ങൾ ഏത് ടെക്സ്റ്റിനാണോ വേറൊരു കളർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ടെക്സ്റ്റ് മാത്രം അവിടെ വെക്കുക. ഇപ്പൊ നിങ്ങൾ സെന്ററിലുള്ള ടെക്സ്റ്റ് ആണ് കളർ വേറെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ടെക്സ്റ്റിന്റെ കളർ മാത്രം മീൻസ് ആ ഒരു ടെക്സ്റ്റ് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ ക്ലിയർ ചെയ്യുക. ഇപ്പൊ ഞാൻ ഏറ്റവും എൻഡിലുള്ള ടെക്സ്റ്റ് ആണ് സെറ്റ് ചെയ്യുന്നത്. സോ ഞാൻ അത് എന്ത് ചെയ്യുക, ആ ഒരു ടെക്സ്റ്റ് ഇതേപോലെ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക. നമ്മൾ ആ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. നിങ്ങൾ എന്ത് കളറാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കളർ സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഇതേപോലെ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ കറക്റ്റ് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു 2 ലെയറും കൂടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഗ്രൂപ്പ് കൊടുക്കുക. സോ ഇപ്പൊ ഞാൻ അത് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ബോർഡർ ആൻഡ് ഷാഡോയിൽ വന്നിട്ട് ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കുക. സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സിൽ തന്നെയാണ് ഷാഡോ എനേബിൾ ചെയ്യുന്നത്, വേറെ വാല്യൂസോ കാര്യങ്ങളോ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ദെൻ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആ ഒരു ലെയർ ഇതേപോലെ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു മൾട്ടി കളർ ഇപ്പൊ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു ആനിമേഷൻ കൊടുക്കലാണ്. സോ നിങ്ങൾക്ക് ആനിമേഷൻ വേറെയും ആനിമേഷൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കുക. കാരണം ഓൾറെഡി കുറേ അധികം ടെക്സ്റ്റ് ആനിമേഷൻസ് ഞാൻ ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇപ്പോൾ പ്രിവ്യൂവിൽ കാണിച്ച ആ ഒരു ആനിമേഷൻ എങ്ങനെ ചെയ്യൽ കാണിച്ചു തരാം. അതിന് നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സ്, ആഡ് എഫക്ട്സിൽ വരാം, മാറ്റേ മാസ്ക് കീയിൽ വരാം. ഇതിൽ നമ്മൾ വൈപ്പ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് സ്റ്റാർട്ടിലാണ് നമ്മൾ ആ ഒരു കീ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. സോ എവിടെയായിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ആനിമേഷൻ എൻഡ് ചെയ്യേണ്ടത് അവിടെ വന്നിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. സോ ഫസ്റ്റിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്, അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഉള്ള കീ ഫ്രെയിമിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഫുൾ ആക്കി കൊടുക്കുക. അതായത് 150 ആണെന്ന് തോന്നുന്നു മാക്സിമം. ഓക്കെ, 150%ലേക്ക് കറക്റ്റ് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ അത് ഇതേപോലെ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്തിട്ട് എൻഡിലായിട്ടുള്ള വാല്യൂ പറഞ്ഞാൽ 0 തന്നെയാണ്. സോ ഇതിപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഈ ഒരു രീതിക്കായിരിക്കും വന്നിട്ടുണ്ടാവും. അതായത് അപ്പറിന് മീൻസ് ആ ഒരു സൈഡിൽ നിന്ന് വരുന്ന പോലെയൊക്കെ ഉണ്ടാവുക. സോ അത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ആംഗിൾ വന്ന് 180 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടും. സോ ഇതിപ്പോ ഇതിന്റെ എഡ്ജസ് വളരെ ഷാർപ്പ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. സോ നമുക്കൊരു ഫെദർ ആഡ് ചെയ്യണം. അതിനുവേണ്ടി ആ ഒരു എഫക്റ്റിൽ തന്നെ ഇവിടെ താഴേക്ക് വന്നാൽ ഫെദർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 50%ലേക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 50-ൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിൽ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒരു 50 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആനിമേഷൻ നമുക്കിവിടെ വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മളത് വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലൊരു ഗ്ലോ എഫക്റ്റ് ആണ് കൊടുക്കുന്നത്. സോ ഗ്ലോ എഫക്റ്റ് നമുക്ക് പല രീതിയിൽ കൊടുക്കാം. അപ്പൊ ഞാൻ ഒരു 2 രീതി നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ, ആഡ് എഫക്ട്സിൽ സോഫ്റ്റ് ഗ്ലോ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ടാവും. അത് വന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഫസ്റ്റ് തന്നെ. അത് വന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 0.8 വരെയൊക്കെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ദെൻ ബ്രൈറ്റ്നസ് ഒന്നൊരു 80 റേഞ്ചിൽ സെറ്റ് ചെയ്യുക. അതായത് 80 to 89 ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളിവിടെ താഴെയായിട്ട് വന്നാൽ ഔട്ടർ ഗ്ലോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതും വന്ന് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ അതിന്റെ വാല്യൂസും കാര്യങ്ങളും നിങ്ങൾക്ക് എത്ര ഗ്ലോ ആണോ വേണ്ടത് ആ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ ഒരു 60-70 റേഞ്ചിലൊക്കെ വരുമ്പോൾ ഈ ഒരു റേഞ്ചിലുള്ള ഗ്ലോസും കാര്യങ്ങളൊക്കെ കിട്ടും. സോ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത്, ഒരു ചെറിയ ഗ്ലോ ഒക്കെ മതി എന്നുണ്ടെങ്കിൽ ഒരു 40 to 50 റേഞ്ചിൽ സെറ്റ് ചെയ്താൽ മതി. സോ ഇതാണ് നമ്മളെ ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഗ്ലോ എഫക്റ്റ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സോഫ്റ്റ് ഗ്ലോ എന്നുള്ള എഫക്റ്റ് കളയുക. ദെൻ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ദെൻ താഴെയുള്ള ആ ഒരു താഴെയുള്ള ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് എഫക്ട്സിൽ, ആഡ് എഫക്ട്സിൽ വന്നിട്ട് ഗോഷ്യൻ ബ്ലർ എന്നുള്ള ഒരു എഫക്റ്റ് ആഡ് ചെയ്യുക. ഗോഷ്യൻ ബ്ലറിന്റെ വാല്യൂ വന്ന് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒരു ഗ്ലോ കിട്ടും. കണ്ടില്ലേ, ഈ ഒരു ടൈപ്പ് ഒരു ഗ്ലോ കിട്ടും. നിങ്ങൾക്ക് ആ ഒരു ഗ്ലോയുടെ കളർ കുറച്ചുകൂടെ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എഫക്ട്സിൽ, ആഡ് എഫക്ട്സിൽ എക്സ്പോഷർ ആൻഡ് ഗാമ എന്ന് പറയുന്ന എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക.
ഇതിൽ വന്ന എക്സ്പോഷർ ഒന്ന് കുറച്ച് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ഗ്ലോ എഫക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഈ ഒരു 2 രീതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്ലോ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത് നിങ്ങൾക്ക് ഏതൊരു വീഡിയോയിലും യൂസ് ചെയ്യാനും പറ്റും. അത്രയ്ക്ക് കിഡിലായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആനിമേഷൻ ആണിത്. സോ ഇത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേപോലെ എഡിറ്റ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.